നമ്മളുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനം അതിന്റെ ഒരു രണ്ടാമത്തെ ഘട്ടത്തിലേക്ക്, വസ്തുത്തില് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അത് അറിഞ്ഞ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നത് അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പ്രധാനമായിട്ടും പറഞ്ഞ അതാണ്. അല്ലാതെ പ്രാർത്ഥിക്കാൻ നമ്മുടെ ആത്മാർത്ഥത ദൈവം തീർച്ചയായിട്ടും മാനിക്കുന്നുണ്ട്. പക്ഷേ ദൈവഹിതപ്രകാരമല്ല നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന നല്ലതാണെങ്കിലും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണുകയുണ്ടായി. നമ്മുടെ പ്രാർത്ഥന മറ്റുള്ള ജാതികളുടെ പ്രാർത്ഥന പോലെ ആകരുത്, പരീശന്മാരുടെ പ്രാർത്ഥന പോലെ ആകരുത്. നമ്മൾ പ്രാർത്ഥിക്കാത്തവരായിരുന്നെങ്കിൽ പെട്ടെന്ന് പഠിപ്പിച്ചു വിടാമായിരുന്നു. പക്ഷേ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് അവർ ഓൾറെഡി പ്രാർത്ഥിച്ച് പഠിച്ചവരായതുകൊണ്ടാണ്. പക്ഷെ പഠിച്ചത് ശരിയായ നിലയിലല്ല എന്നുള്ളതുകൊണ്ട് ശരിയായ നിലയിൽ പ്രാർത്ഥിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുവാൻ കർത്താവ് തയ്യാറാവുകയാണ്. പഠിക്കണമെന്ന് പറയാനുള്ള വിനയം ശിഷ്യന്മാർക്കുണ്ടായിരുന്നു, പഠിപ്പിക്കുവാനുള്ള മനസ്സും കർത്താവുണ്ടായിരുന്നു. പഠിക്കുവാനുള്ള വിനയം നമ്മൾക്കുണ്ടെങ്കിൽ പഠിപ്പിക്കാനുള്ള മനസ്സ് കർത്താവിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. അതിനുശേഷം നമ്മൾ പ്രാർത്ഥന എത്ര വ്യത്യസ്തമായിരിക്കണം. പരീശന്മാരുടെ പ്രാർത്ഥനയിൽ നിന്ന് എങ്ങനെ വ്യത്യാസമായിരിക്കണം. പരീശൻ പ്രാർത്ഥിക്കുന്നവരെ സ്വന്തം നീതിയിൽ നിന്നുകൊണ്ടാണ്, അവൻ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ്. എന്നാൽ നമ്മളൊരിക്കലും സ്വന്തം നീതിയിൽ നിന്നിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യല്ല, കർത്താവ് എനിക്ക് ഇന്നതൊക്കെ തന്നേരെ പറ്റുമെന്ന് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ അങ്ങനെയുള്ള ഒരു ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ല നമ്മൾ. അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത നമുക്ക് ഇല്ല. ദൈവത്തിന്റെ സന്നിധി നിൽക്കാൻ പോലുമുള്ള യോഗ്യത നമുക്കില്ല. ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഭൂമിയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സിംഹാസനമേ ഉള്ളൂ. അതിന്റെ പേര് കൃപാസനമെന്നാണ്. കൃപാസനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് കടത്തിയെല്ലാം നമുക്ക് ദൈവം അനുവാദം തന്നിരിക്കുകയാണ്. ഇത് രണ്ടും മനുഷ്യനുണ്ടെങ്കിലേ പറ്റുള്ളൂ. നമുക്ക് കരുണയുണ്ടെങ്കിലേ പറ്റുള്ളൂ, കൃപയുണ്ടെങ്കിലേ പറ്റുള്ളൂ. കരുണ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ നിൽക്കാൻ തന്നെ നമുക്ക് കരുണ വേണം. കരുണയില്ലാതെ അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. അവന്റെ മുമ്പിൽ നിൽക്കാമെന്നുള്ള വലിയൊരു ധാർഷ്ട്യത്തോടുകൂടെയാണ് പരീശൻ ചെന്ന് നിൽക്കുന്നത്. എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ട്. എന്നാൽ ചുങ്കക്കാരൻ അങ്ങനെയല്ല, അവന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ പാപിയായ എന്നോട് കരുണ തോന്നണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധി ചെന്ന് നിൽക്കാൻ തന്നെ കരുണ വേണം. എന്നാല് നമുക്ക് ഇന്ന് ജീവിക്കാനായിട്ട്, അതായത് നമ്മുടെ പഴയ അനുഭവങ്ങളുമായിട്ട് ഇന്നലെ വരെയുള്ള നമ്മുടെ ജീവിതമായിട്ട് ദൈവത്തിന്റെ സന്നിധി ചെന്ന് നിൽക്കാനായിട്ട് നമുക്ക് കരുണ ആവശ്യമാണ്. എന്നാൽ ഇന്ന് നമുക്ക് അത്യാവശ്യമായിരിക്കുന്നത് എന്ത്? അവന്റെ കൃപ ആവശ്യമാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ അവന്റെ കൃപ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട്, അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ അവൻ നമുക്ക് അനുവാദം തന്നിരിക്കുന്നു. ആ കൃപയിൽ അവന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചതായ ഒരു പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി ഒന്നുമില്ലാതെ സ്വർഗസ്ഥനായ പിതാവിനോട് ആ ഊഷ്മളമായ ബന്ധത്തിൽ, പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു, ഊഷ്മളമായ ബന്ധത്തിൽ, അല്ലാതെ ഒരു ഒഫീഷ്യൽ റിലേഷൻ അല്ല, വളരെ ഊഷ്മളമായ നിലയിൽ പിതാവിനോട് അടുത്ത് ചെല്ലുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മളെ ക്ഷണിക്കുകയാണ്. അതായത് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻവെൻഷൻ അല്ല എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് പറയാണ്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ നിങ്ങൾ കണ്ടെത്തും. എന്നിട്ട് പറയാണ്, നീ കടന്നു വാ, വന്നാൽ എന്നെ അന്വേഷിക്കുക, നീ എന്റെ അടുത്തോട്ട് വാ, വരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഞാൻ ഉത്തരമണ്ഡലവും തന്നെയല്ല, ഞാൻ നിനക്ക് അഗോചരവും നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതുമായ എന്റെ ലോകത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. ദൈവം പറയാണ്, എന്റെ ലോകത്തിലേക്ക് കയറാനായിട്ട് നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, കടന്നു വരണം, എന്റെ ലോകത്തിലേക്ക് കടക്കണം. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവിടെ നിന്നുകൊണ്ട് ഉയരത്തെ സ്പർശിക്കുന്നതാണ്, ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തെ കാണുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് കർത്താവിന്റെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്വർഗത്തിൽ ചെന്നാൽ മാത്രമല്ല നമുക്ക് സ്വർഗം അനുഭവിക്കാൻ കഴിയുന്നത്, ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗം അനുഭവിക്കാനായിട്ട് ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യാം. ആ ഇൻവിറ്റേഷന് നമ്മുടെ പ്രതികരണമാണ് വാസ്തവത്തിൽ എന്ത്? പ്രാർത്ഥന എന്ന് പറയുന്നത്. അതേസമയം തന്നെ പ്രാർത്ഥനയ്ക്കുള്ള ഹിൻഡ്രൻസസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ ഹിൻഡ്രൻസസ് പലതുണ്ട്. നമ്മുടെ സമയത്തെ നമ്മൾ വിനിയോഗിക്കുന്നത്, നമ്മുടെ ഡിസിപ്ലിൻ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ വേദപുസ്തകത്തിൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അത് പറഞ്ഞാണ് നമ്മൾ വാസ്തവത്തില് കഴിഞ്ഞ ദിവസങ്ങളിലെ ആ പഠനം അവസാനിപ്പിച്ചത്. ഹിൻഡ്രൻസസ് പല രീതിയിലാണ്. ഒന്ന്, നമ്മുടെ വിസിബിൾ സിൻസ്, ദ സിൻസ് ഓഫ് അവർ ഹാർട്ട്, ദ സിൻസ് ഓഫ് അവർ ഇന്നർ ബീയിങ്, എ ഹാർട്ട് വിത്ത് പാഷൻസ് ടു ദ വേൾഡ്, ആൻഡ് എ ഡൗട്ട്ഫുൾ ഹാർട്ട്, എ ഡിസൊബീഡിയന്റ് ഹാർട്ട്, and also an unforgiving spirit, unsound marital relationship, distorted delights, and also finally powers of darkness. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ ഞാൻ അതിന്റെ ആ പശ്ചാത്തലം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന എന്നുള്ള അത് എന്താണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു, ഇല്ലേ? എങ്ങനെ പ്രാർത്ഥിക്കരുതെന്നുള്ളത് കർത്താവ് നമ്മളോട് പറഞ്ഞു. എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണം,
അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ അവിടെ തന്നെ കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ പരീശൻ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കരുത്. പരീശന്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രശ്നം അവൻ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ്. നിങ്ങൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഒന്നും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ സ്വർഗ്ഗപിതാവിന്റെ അടുത്തോട്ട് നിങ്ങൾ കയറി ചെന്നാൽ മതി, അല്ലാതെ വേറെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണ്ട. അതാണ് കർത്താവ് പറഞ്ഞത്. എന്ന് തന്നെയല്ല, ജാതികൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ശരിക്കും വിശ്വാസമില്ല, അവിടെ അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് അവരുടെ ചിന്ത. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവത്തെ ബുദ്ധിമുട്ടിച്ചൊന്നും വാങ്ങിക്കാൻ പരിശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നിങ്ങൾക്ക് വേണ്ടുവോളം തരുവാൻ മനസ്സുള്ളവനാണ് ദൈവം. പല സമയത്തും നമ്മളത് പ്രാപിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കത്തക്ക രീതിയിലുള്ള മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വളർന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണമാണ്. അല്ലാതെ കർത്താവ് നമുക്ക് തരാൻ മനസ്സിലാഞ്ഞിട്ടൊന്നുമല്ല. കർത്താവ് എപ്പോഴും തരാൻ മനസ്സുള്ളവനാണ്. എന്നാൽ അത് സ്വീകരിക്കുവാനുള്ള നമ്മുടെ ഒരുക്കമാണ്, സ്വീകരണത്തിന്റെ തലത്തിലുള്ള ഒരുക്കമാണ് വാസ്തവത്തിൽ കുറവായിരിക്കുന്നത്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ ഒരുക്കുകയാണ്. ദൈവത്തെ വ്യത്യാസപ്പെടുത്താനല്ല പ്രാർത്ഥന, എന്തിനു വേണ്ടിയാണ്? നമുക്ക് വ്യത്യാസം ഉണ്ടാകാനാണ്. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ തിരുവചനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഹൗ ടു പ്രേ എന്നതിന് വേദപുസ്തകത്തിന്റെ ചില നിയമങ്ങൾ, ആ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ലീഗലിസ്റ്റിക് വേയിൽ അല്ല അതിനെ കാണുന്നത്. അത് നമുക്കൊരു പ്രിവിലേജ്, അത് അറിയുന്നത് നമുക്കൊരു ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക്, നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മളൊരു മാനുവലിലൂടെ തരുന്നത് അതൊരു നിയമം എന്ന നിലയിലല്ല, അത് നന്നായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു പ്രിവിലേജൂടാണ്, അല്ലേ? അത് വായിക്കുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്നാ പിന്നെ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതല്ല. അത് പറ്റാതെ ഉപയോഗിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു ഭാഗ്യമാണ് വാസ്തവത്തിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലേ? പല സമയത്തും നമ്മൾ നിയമങ്ങളെ കാണുന്ന ഒരു വലിയ ബേർഡനായിട്ടാണ്. പക്ഷെ നിയമങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തകർന്നു പോകാതിരിക്കാനും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും പരാജയപ്പെട്ടു പോകാതിരിക്കാനും ഏറ്റവും ആത്യന്തികമായിട്ട് നരകത്തിലോട്ട് തള്ളിപ്പോകാതിരിക്കാനും ഒക്കെ ദൈവം നമുക്ക് നൽകുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു പദവിയാണ് വാസ്തവത്തിൽ നമുക്ക് ദൈവം നൽകുന്ന നിയമം. തോറ എന്നുള്ള വാക്ക് തന്നെ വാസ്തവത്തിൽ അതിനെക്കുറിച്ചുള്ള എറ്റിമോളജിക്കൽ സ്റ്റഡീസിൽ എന്നെ പഠിപ്പിച്ച ഒരാള് പറഞ്ഞത്, ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് സിറ്റ് ഇൻ യുവർ മദേഴ്സ് ലാപ്പ് ആൻഡ് ലേൺ ഹൗ ടു ലിവ്. അതാണ് വാസ്തവത്തിൽ ലോ എന്ന് പറയുന്നത്. നിന്റെ അമ്മയുടെ മടിയിൽ കയറി ഇരുന്നിട്ട് അമ്മ നിന്നെ ജീവിക്കാൻ പഠിപ്പിക്കുന്നത് എന്താണോ അതാണ് വാസ്തവത്തിൽ തോറ. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ സന്നിധി നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് ദൈവം നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. അല്ലാതെ കുറെ നിയമങ്ങൾ വെച്ച് കെട്ടുകയല്ല. പക്ഷേ അവിടെ നിയമങ്ങളുണ്ട്. പക്ഷെ ആ നിയമങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഒരു ശിക്ഷണം ഒരു ശിക്ഷ എന്നുള്ള നിലയിലൊന്നും അല്ല നിയമങ്ങൾ തന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? നിന്നെ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. എന്നതുപോലെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിയമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ അത് നമുക്ക് പ്രയോജനകരമായി തീരുകയാണ്. സോ ഹൗ ടു പ്രേ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില ഭാഗങ്ങൾ മാത്രം, ഇത് വേദപുസ്തകത്തിൽ ഉടനീളമുണ്ട്. എന്നാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വേദപുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ ബൈബിൾ ക്ലാസുകൾ നടത്തുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഒരു ഗൈഡ് ലൈൻ എന്ന നിലയിൽ മാത്രമാണ്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇറങ്ങിപ്പോകാനല്ല നമ്മൾ ഈ ക്ലാസ് നടത്തുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഒരു ഗൈഡ് ലൈൻ എന്ന നിലയിലാണ് നമുക്കത് കാണുന്നത്. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നോക്കുക, അവന്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ വലിയ രസകരമായിരിക്കുന്നത്. അതായത് നമ്മൾ ചോദിക്കുന്ന ആരോടാണ്? ദൈവത്തോടാണ്. എന്ന് ചോദിക്കുന്നത് എന്തായിരിക്കണം? അവന്റെ ഇഷ്ടപ്രകാരം ആയിരിക്കണം. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആരുടെ ഇഷ്ടപ്രകാരമാണ്? നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മളെല്ലാം ദൈവസന്നിധി ചെന്ന് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തന്നെ വികലമാണ്. കാര്യം നമുക്ക് സ്വപ്നം കാണാൻ പോലും അറിയത്തില്ല. അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളെല്ലാം വലിയ വലിയ കാര്യങ്ങളാണെന്ന്. തെറ്റാ. സ്വപ്നം കാണാൻ പോലും നമുക്ക് ശരിക്കും അറിയത്തില്ല. കാര്യം നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ വളരെ വികലമായ സ്വപ്നങ്ങളാണ്. നമ്മൾ നശിച്ചു പോകാനുള്ള സ്വപ്നങ്ങളാണ് മിക്കപ്പോഴും നമ്മൾ കാണുന്നത്. കറപ്റ്റഡ് ആണ്, നമ്മുടെ മൈൻഡ് കറപ്റ്റഡ് ആണ്. നമ്മൾ കേട്ടിരിക്കുന്ന നമ്മുടെ ലോകം നമുക്ക് തന്നിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്സ് എല്ലാം വളരെ കറപ്റ്റഡാണ്. അതുകൊണ്ട് എന്താണ്, നമുക്ക് നല്ലതെന്ന് നമുക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അത് നന്മയാണെന്നോ അല്ലെങ്കിൽ നല്ലതാണെന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരുപക്ഷെ മറ്റുള്ളവരെ കണ്ടിട്ടായിരിക്കും, ഒരുപക്ഷെ മറ്റുള്ളവർ പറഞ്ഞതറിഞ്ഞിട്ടായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ലോകം നമ്മൾക്ക് നന്മയെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പോലുമുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരാണ്. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കും. അതുകൊണ്ട് കർത്താവ് പറയാണ്, അല്ലെങ്കിൽ യോഹന്നാൻ ലേഖനം എഴുതപ്പെടുന്നത്, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഉള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് നാം അറിയുന്നു. അവന്റെ ഇഷ്ടപ്രകാരമായിരിക്കണം പ്രാർത്ഥിക്കുന്നത്. കാര്യം അവന്റെ ഇഷ്ടമാണ് നമ്മുടെ ബെസ്റ്റ് എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് ഫോർ അസ് ഇസ് നോട്ട് അവർ ഡിസയേഴ്സ്, ഇറ്റ് ഈസ് ഹിസ് ഡിസയർ. നമ്മളുടെ ഇഷ്ടങ്ങളല്ല നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അവന്റെ ഇഷ്ടങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എന്നെക്കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങൾ നിർവഹിക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിരിക്കുന്നത് അല്ല പ്രാർത്ഥന. അല്ലെങ്കിൽ അത് ഭയങ്കര അപകടമായിരിക്കും.
ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാം, നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ദൈവം നിങ്ങൾക്ക് സാധിച്ചു തന്നായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ എവിടെ ഇരുന്നേനെ? നിങ്ങൾ തന്നെ ആലോചിച്ചു. നിങ്ങൾ നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം ദൈവം അങ്ങ് ചെയ്തു തന്നിരിക്കട്ടെ, നമ്മളിപ്പോ എവിടെ ഇരുന്നേന്? ഇല്ലേ? മിക്കവാറും നരകത്തിന്റെ അടിയിലകാലം പോയി കിടന്നേന്. ഞാൻ ചിന്തിക്കുന്ന അതാണ്. കാര്യം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ച് നമുക്ക് ഭയങ്കര അപകടമുള്ള കാര്യങ്ങളാണ്, ഭയങ്കര അപകടങ്ങളുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ദൈവം നമുക്ക് നൽകിയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. എപ്പോഴും നമ്മള് ഓസ്കർ വൈൽഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ 2 ദുരന്തങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവൻ ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കാത്തത്. 2, അവൻ ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കുന്നത്. അപ്പൊ ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കാത്ത ഒരു ദുരന്തമാണ് നമുക്കെല്ലാം, അല്ലേ? നമുക്കെല്ലാം എന്റെ ദൈവം എനിക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ട്, അതൊന്നും നടന്നില്ല. പക്ഷേ അതേപോലെ തന്നെ ദുരന്തമാണ് എന്ത്? ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കുന്നത്. അതുകൊണ്ട് ജോണി എറിക്സൺ, ഞാൻ ജോണിയുടെ ബുക്കിനകത്ത് എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ജോണി പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതത്തിൽ 2 ദുരന്തങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കാത്തത്. 2, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ഞങ്ങളുടെ ദൈവം കേൾക്കുകയാണെങ്കിൽ ഭയങ്കര ദുരന്തത്തിലായിരിക്കും നമ്മൾ ചെന്ന് ചാടുന്നത്. നമ്മൾ ആലോചിച്ചാൽ, നമ്മൾ ഒരുമാതിരി നിലയിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള കഴിവ് പോലും ഇല്ലാത്തവരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ പറ്റും. അത് നമ്മൾ കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയുമല്ലോ, ശോ അന്ന് ഞാനത് പറഞ്ഞതെല്ലാം അന്നെങ്ങാണ് അത് നടന്നായിരുന്നില്ല, നമ്മൾ എപ്പോഴും പറയില്ലേ, അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നായിരുന്നെങ്കിൽ, അന്ന് കർത്താവ് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടന്നായിരുന്നെങ്കിൽ, അല്ലേ? പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? നമ്മളോട് കർത്താവിന് സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവ് സാധിച്ചു തന്നില്ല. അതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, അപ്പൊ അപേക്ഷിക്കുന്നത് അവന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം. അവന്റെ ഇഷ്ടമാണ് പ്രധാനം. കാരണം എനിക്ക് ഏറ്റവും ബെസ്റ്റ് അവന്റെ ഇഷ്ടമാണ്. എന്നെക്കുറിച്ചുള്ള അവന്റെ സ്വപ്നമാണ് വലുത്, അല്ലാതെ എന്നെക്കുറിച്ചുള്ള എന്റെ സ്വപ്നമല്ല. എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നം നടത്തിക്കിട്ടാനായിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം, യെസ്, നമ്മളെക്കുറിച്ചെല്ലാം ദൈവത്തിനൊരു സ്വപ്നമുണ്ട്, ഇല്ലേ? നമ്മളിലും കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്നുണ്ട്, എടാ എനിക്ക് നിന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്ന് പറയുന്ന പോലെ കർത്താവിന്റെ അടുത്ത് നമ്മൾ ചെന്നിരുന്നാൽ കർത്താവ് പറയും എനിക്ക് നിന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്നാന്ന് പറയും. ചെന്നിരിക്കാത്തോണ്ട് ഇത് കേൾക്കാത്ത. അപ്പൊ ചെന്നിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയും ഇതാണ് നിന്നെക്കുറിച്ചുള്ള എനിക്കുള്ള സ്വപ്നം. അപ്പൊ നമ്മൾ പിന്നെ എന്താണെന്നറിയാം, ആ ഇഷ്ടം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയണം. അത് അപ്പോഴാണ് വാസ്തവത്തിൽ പ്രാർത്ഥന ഫലവത്താകുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് പ്രയോജനകരമാകുന്നത്. പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ പ്രാർത്ഥന 3 തരമുണ്ട്. ഒന്ന്, സാധാരണ രീതിയിൽ ഇങ്ങനെ പറയും, ലോർഡ് ലെറ്റ് മൈ വിൽ ബി ഡൺ. കർത്താവെ എന്റെ ഇഷ്ടം നിർവഹിച്ചു തരണേ. ലോർഡ് ലെറ്റ് മൈ വിൽ ബി ഡൺ, എന്റെ ഇഷ്ടം നടക്കണേ. നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ പ്രാർത്ഥനകളും കർത്താവെ എന്റെ ഇഷ്ടം നടക്കണേ എന്ന്, അല്ലേ? നമ്മളെല്ലാം ചെന്ന് പറയുന്നതാണ്, കർത്താവെ എന്റെ ഇഷ്ടം നടക്കണേ. നമുക്കൊരു നീണ്ട ലിസ്റ്റ് കൈകൊണ്ടായിരിക്കും. ആ ലിസ്റ്റും കൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലോട്ട് ചെല്ലുന്നത്. ആ ലിസ്റ്റിലുള്ള മുഴുവൻ സാധനങ്ങളും കാര്യങ്ങളും നമുക്ക് കിട്ടിയിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറയുമ്പോഴെല്ലാം ആളുകൾ പറയും നിങ്ങൾ ലിസ്റ്റ് വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. ലിസ്റ്റ് വെച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഓരോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? അത് ടിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചേച്ച് മനസമാധാനത്തോടെ എണീറ്റ് പോകാൻ പറ്റുകയില്ല. കാര്യം ഇതിനുള്ള ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാകത്തില്ല? ഒരു സമാധാനം ഉണ്ടാകത്തില്ല. ലിസ്റ്റ് വെക്കുന്നതിനകത്ത് ഞാൻ കുറ്റമോ തെറ്റോ എന്ന് പറയുന്നതല്ല. ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവർ ചിലപ്പം ലിസ്റ്റ് എഴുതി പ്രാർത്ഥിച്ചു. പക്ഷെ അതൊന്നും അല്ല. നമ്മുടെ ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് നമ്മുടെ ലിസ്റ്റിനകത്തെല്ലാം രക്ഷിക്കപ്പെടാത്ത ആളുകളെ കുറിച്ചുള്ള പ്രാർത്ഥനകളൊക്കെ ആണോ നമ്മുടെ ലിസ്റ്റ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കൊള്ളാം. പല സമയത്തും നമ്മുടെ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. നമ്മൾ ഇത് പറയുന്നതാണ്, ലോർഡ് ലെറ്റ് മൈ വിൽ ബി ഡൺ. കർത്താവേ എന്റെ ഇഷ്ടം നടക്കണമേ എന്ന് പറയുകയാണ്. എന്നാൽ നമ്മുടെ ഇഷ്ടം നടത്താൻ വേണ്ടി ദൈവം ഇരിക്കുന്നത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വാട്ട് യു മീൻ? അപ്പൊ എന്റെ ഇഷ്ടമല്ല നടത്താനായിട്ട്. അപ്പൊ ഞാനൊരു ജോലിക്കാരനെ വെച്ചിരിക്കുകയാണെങ്കിൽ അയാളെ ഞാൻ ജോലിക്ക് വെച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്, എന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടിയാണ്. അപ്പൊ എന്റെ ഇഷ്ടം നടത്തിത്തരാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവം നമ്മുടെ വേലക്കാരനാണെന്ന്. അല്ലാതെന്തോ നമ്മൾ പെട്ടെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ വേലക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പക്ഷേ കർത്താവെ എന്റെ ഇഷ്ടം നടത്തിത്തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ചിന്ത, നമ്മുടെ ഇഷ്ടമൊക്കെ നടത്തിത്തരാൻ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, ഇല്ലേ? നമ്മുടെ ഇഷ്ടം നടത്തിത്തരാനായിട്ട്. ദെൻ വി കോൾ ഹിം ലോർഡ്. നോർമലി ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇഫ് യു കോൾ ഹിം ലോർഡ് then you cannot ask something or ask God to do this. Do Lord and do Lord എന്ന് പറയുന്ന 2 വാക്കുകളുണ്ട്. Do Lord, അത് നടക്കത്തില്ല. അത് രണ്ടും കൂടെ ചേരത്തില്ല. No Lord എന്നും ചേരത്തില്ല. കാര്യം ലോർഡ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ യജമാനനെ എന്നാ വിളിക്കുന്നല്ലേ, ഉടമസ്ഥനെ യജമാനനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടമസ്ഥന്റെ ഇഷ്ടമേ നടക്കത്തുള്ളൂ.